പപ്പടം കയ്യിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ചോറിന് കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇതുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് പപ്പടം എടുക്കുക. അതിനത് അതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. തിന്നായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ കത്രിക വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ കട്ട് ചെയ്യാം. ഇതുപോലെ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒന്ന് വിതറിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. അത് വളരെ കുറച്ച് ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കുറേശ്ശെ പപ്പടം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓവർ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇതായി കിട്ടൂല. അപ്പോൾ കുറേശ്ശെ തീരുന്നതിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ വെളിച്ചെണ്ണ കരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പാനിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ പാന് മാറ്റിയിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി തൊലി കളയാണ്ട് നന്നായിട്ട് കഴുകി ചതച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 3-4 വറ്റൽമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു പാക്കറ്റ് പപ്പടത്തിന് 1.5 ടീസ്പൂൺ മുളക് പൊടി കറക്റ്റ് ഭാഗമാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പപ്പടം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് പൊട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 2 തവി വെച്ചിട്ട് ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാൻ ഉണ്ടല്ലോ, ഈ പാൻ്റെ 2 സൈഡും പിടിച്ചിങ്ങനെ ആ പാൻ കൊണ്ട് തന്നെ ഇങ്ങനെ ഷെഫുമാരൊക്കെ ചെയ്യില്ല, അതുപോലെ ഇങ്ങനെ മറിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത്ര പണിയേ ഉള്ളൂ. നമുക്ക് എളുപ്പത്തിൽ ചോറിലേക്കൊരു കറിയായി എന്ന് തന്നെ പറയാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മാത്രമല്ല ഇത് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് സമയം, ഒരു ദിവസം വരെയൊക്കെ ഇത് ഇതേപോലെ തന്നെ ക്രിസ്പി ആയിട്ടിരിക്കും. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാനും വെറുതെ നമുക്ക് എടുത്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്